INL-ലെ ചേരിപ്പോര് വീണ്ടും മറനീക്കി പുറത്ത്. മന്ത്രി അഹമ്മദ് ദേവർകോവിലിനെതിരെ വഹാബ് വിഭാഗമാണ് ആദ്യം രംഗത്ത് വന്നത്. വഹാബ് വിഭാഗത്തിന്റെ ആരോപണത്തിന് മറുപടിയുമായി മന്ത്രിയും തുറന്നടിച്ചതോടെ ഇരുവിഭാഗവും തമ്മിലുള്ള ശീതയുദ്ധത്തിനാണ് വഴി തുറന്നിരിക്കുന്നത്. INL-ലെ ചേരിപ്പോര് പരസ്യമായ വിഴുപ്പലക്കലിൽ എത്തിയത് ഇടതുമുന്നണിക്കും തലവേദന സൃഷ്ടിക്കുകയാണ്. ബാബരി മസ്ജിദ് വിഷയത്തിൽ മുസ്ലിം ലീഗും കോൺഗ്രസും വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ചു എന്നാരോപിച്ചാണ് മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാവായിരുന്ന ഇബ്രാഹിം സുലൈമാൻ സേട്ട് അണികളുമായി പാർട്ടി വിട്ട് 1994 ഏപ്രിൽ 23-ന് ഇന്ത്യൻ നാഷണൽ ലീഗിന് രൂപം നൽകിയത്. രൂപീകരണം മുതൽ കേരളത്തിൽ LDF-നൊപ്പമായിരുന്നു INL നിലകൊണ്ടിരുന്നത്. നീണ്ട 25 വർഷങ്ങൾക്ക് ശേഷം 2019-ലാണ് ഇടതുമുന്നണിയുടെ ഔദ്യോഗിക ഘടകകക്ഷിയായി INL-നെ മാറ്റിയത്. തുടർന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി INL-ന് ഒരു സീറ്റ് നൽകി. കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ INL-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച അഹമ്മദ് ദേവർകോവിൽ അട്ടിമറി വിജയവും നേടി. രണ്ടാം പിണറായി സർക്കാരിൽ തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രിയുമായി. അധികാരം കിട്ടിയതോടെ INL-നകത്തെ വിഭാഗീയത പുറത്തുവന്നു. അഹമ്മദ് ദേവർകോവിലിനെ പിന്തുണയ്ക്കുന്നവർ ഒരു വശത്തും അബ്ദുൽ വഹാബിനെ പിന്തുണയ്ക്കുന്നവർ മറുവശത്തുമായി നിലകൊണ്ടു. വിഭാഗീയത തെരുവ് യുദ്ധത്തിലേക്ക് നീണ്ടതോടെ ഇടതുമുന്നണി നേതൃത്വം ഇടപെട്ട് പ്രശ്നങ്ങൾക്ക് താൽക്കാലിക ശമനമുണ്ടാക്കി. എന്നാൽ ഈ മാസം 26-ന് കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന സെക്യുലർ ഇന്ത്യ റാലിയുടെ കാര്യങ്ങൾ വിശദീകരിക്കാൻ INL വഹാബ് വിഭാഗം വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ചേരിപ്പോര് മറനീക്കി പുറത്തുവന്നു. മന്ത്രി അഹമ്മദ് ദേവർകോവിലും UDF-ഉം തമ്മിൽ സജീവമായ അന്തർധാരയുണ്ടെന്ന് വഹാബിനെ അനുകൂലിക്കുന്ന നേതാക്കൾ ആരോപിച്ചു. മന്ത്രി എന്നുള്ള നിലയിൽ അഹമ്മദ് ദേവർകോവിൽ പങ്കെടുത്തു. അങ്ങനെ ഈ പാർട്ടിയിൽ സ്പ്ലിറ്റ് ഉണ്ടായത് ഇദ്ദേഹം മന്ത്രിയുടെ ശേഷമാണ്. മന്ത്രിയുടെ ശേഷം അദ്ദേഹം തന്നെ സ്വയം സംസ്ഥാന പ്രസിഡന്റായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അത് പ്രഖ്യാപിച്ചത് എന്തിനാന്ന് വെച്ചാൽ മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ LDF യോഗത്തേക്ക് വിളിക്കുമ്പോൾ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള ലെവലിലാണ് എന്നെ വിളിക്കുന്നതെന്ന് കൂടെ നിൽക്കുന്ന അണികളെ പറഞ്ഞ് പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് ഞങ്ങൾ പറഞ്ഞു ചെയ്തതായപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ സ്ഥിരമായിട്ട് അദ്ദേഹത്തെ LDF യോഗത്തിന് വിളിക്കാറില്ല. തനിക്കെതിരെ ആരോപണമുന്നയിച്ചവരെ പിച്ചും പേയും പറയുന്നവർ എന്ന മറുപടിയുമായാണ് മന്ത്രി നേരിട്ടത്. സാധാരണഗതിയിൽ പിച്ചും പേയും പറയുന്ന ആളുകൾക്ക് മറുപടി പറയുന്ന പണിയല്ല എൻ്റെത്. ഞാൻ ഉത്തരവാദപ്പെട്ട കേരളത്തിലെ മന്ത്രിയാണ്. കേരളത്തിലെ ഭരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഞാൻ ചർച്ച ചെയ്യാറുള്ളത്. ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് ഞാൻ കൈകാര്യം ചെയ്യാറുള്ളത്. വേറെ പണിയില്ലാത്ത ആളുകൾ പലതും അവിടെ നിന്ന് ഇവിടുന്ന് വിളിച്ച് പറയും മറുപടി പറയാനല്ല ഒരു മന്ത്രിയുടെ പണി. യഥാർത്ഥ INL ആരെന്നത് സംബന്ധിച്ച തർക്കം കോടതിയിൽ നിലനിൽക്കുകയാണ്. അതിനിടയിൽ ചേരിപ്പോര് വീണ്ടും പരസ്യമായ വിഴുപ്പലക്കലിലെത്തിയത് ഇടതുമുന്നണിക്കും വലിയ ദുരിതമാണ് സൃഷ്ടിക്കുന്നത്. INL-ന് ഇടതുമുന്നണി പ്രവേശം നൽകിയത് തെറ്റായോ എന്ന തരത്തിലുള്ള ചർച്ചകളും രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. മന്ത്രി അഹമ്മദ് ദേവർകോവിനുള്ള INL വഹാബ് വിഭാഗത്തിന്റെ മറുപടി സെക്യുലർ ഇന്ത്യ റാലിയിൽ ഉണ്ടാകുമോ എന്നാണ് ഏവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. 26-ന് വൈകിട്ട് കോഴിക്കോട് കടപ്പുറത്താണ് റാലി നടക്കുന്നത്. ക്യാമറ പേഴ്സൺ സജി തറയിലൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.